ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് മലയാളം ഫോണ്ട് ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. മലയാളം ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ നമുക്ക് ഒരുപാട് പരസ്യങ്ങളിലും അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ടൈറ്റിലുകളിലൊക്കെ കാണുന്ന മലയാളത്തിലുള്ള ഫോണ്ട്, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടിനെ എഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. സാധാരണ വരച്ചാണ് ആൾക്കാർ ചെയ്യുന്നത്. വരയ്ക്കാൻ അറിയില്ലാത്തവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പം ഞാനിത് ചെയ്യുന്നത് അഡോബി ഇല്ലുസ്ട്രേറ്ററിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു A4 പേപ്പറാണ് എടുക്കുന്നത്. A4 എടുക്കുന്നു. അതിനുശേഷം ഓറിയൻറ്റേഷൻ ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പേജ് ഇവിടെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ടൈപ്പ് എന്താണോ ഉദ്ദേശിക്കുന്ന മാറ്റർ, ആ മാറ്റർ ഞാനിവിടെ പേജ് മേക്കറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പലതള്ളി പെരുവെള്ളം എന്നാണ്. ഇത് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം അഡോബിൽ ഇല്ലുസ്ട്രേറ്ററിൽ വന്നതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എഡിറ്റിനകത്ത് നിന്ന് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഇംഗ്ലീഷ് ഫോണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇംഗ്ലീഷ് ഫോണ്ടിനെ ഞാൻ മലയാളം ഫോണ്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള മലയാളം ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സൈസ് കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് 3 ലൈനായിട്ട് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 3 ലൈനായിട്ട് ശേഷം ഈ ഫോണ്ടിനെ നമുക്ക് വലുതാക്കാനുള്ള നമ്മൾ ഏത് ഡിസൈനാണോ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈനിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇതിൻ്റെ ലെഡിങ് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ ലെഡിങ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ കുറച്ചുകൂടി വലുതാക്കി നമ്മൾ പല എന്നുള്ളത് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കുകയാണ്. തുള്ളി എന്നുള്ളതും നമ്മൾ കുറച്ചുകൂടി വലുതാക്കി കൊടുത്തിരിക്കുകയാണ്. അതിന് പലതും പെരുവെള്ളം എന്നുള്ളതും കുറച്ചുകൂടി വലുതാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഈ ഫോണ്ടിനെ ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏത് രീതിയിലാണോ ടെക്സ്റ്റ് വേണ്ടത് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റിൻ്റെ ഓപ്ഷനിലേക്ക് കടക്കേണ്ടത്. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇനി നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ റാസ്റ്ററൈസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഒബ്ജക്റ്റ് റാസ്റ്ററൈസ് എന്നുള്ള ഓപ്ഷന് അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് നമ്മൾ CMYK കൊടുക്കുക. അതിനുശേഷം OK കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഒരു റാസ്റ്ററൈസ് ഒരു ഇമേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. വീണ്ടും നമ്മൾ ഓപ്ഷൻ ബാറിൽ ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജ് ട്രേസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അതിന് വരുമ്പോൾ നമ്മൾ OK കൊടുക്കുക. അതിന് ശേഷം ഇവിടെ എക്സ്പാൻഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതേ നമ്മുടെ ടെക്സ്റ്റ് കൺവേർട്ടായിട്ട് നോഡുകൾ ആഡായിട്ട് വന്നിരിക്കുന്നത് കാണാം. പല നോഡുകളുണ്ട്. ഈ നോഡിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും അൺഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അൺഗ്രൂപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇത് ഓരോ ലെറ്റേഴ്സും നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ വേറെ സ്റ്റൈലിലേക്കാണ് പോകുന്നത്. അതായത് സ്ട്രോക്ക് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടി നമ്മൾ വിൻഡോയ്ക്കകത്തുനിന്ന് ബഷ് ലൈബ്രറീസിനകത്തുനിന്ന് ആർട്ടിസ്റ്റിക് എന്നുള്ള ഓപ്ഷനകത്ത് ഞാൻ എടുക്കുന്ന ചോക്ക് ആൻഡ് ചാർക്കോൾ പെൻസിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച്
ഡിസൈൻസ് പോലെ കുറച്ച് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളതാണ് കുറച്ച് ഡിസൈൻസ് ഉണ്ട്. അതിനുശേഷം ഞാനിവിടെ പാസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുന്ന് ഈ ഒരു ലെറ്റർ, ഈ ഒരു സ്ട്രോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റിന് മാറ്റം വന്നു. അതെ, നമ്മുടെ ടെക്സ്റ്റിന് നമ്മൾ കൊടുത്ത ആ സ്ട്രോക്ക് ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡിസൈനുള്ള രീതിയായി. നമുക്ക് വരയ്ക്കാൻ അറിയില്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ഡിസൈൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോണ്ടിനനുസരിച്ച് ഇരിക്കും, പക്ഷേ നമ്മുടെ ഡിസൈൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രോക്ക് ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ലെറ്റർ ഭംഗിയായിട്ട് സ്റ്റൈലായിട്ട് വരുന്നതാണ്. ഇതിപ്പം കുറച്ചുകൂടി നമ്മൾ സ്ട്രോക്ക് കൊടുക്കുമ്പം ലെറ്റർ തമ്മിൽ അടുത്തായിരിക്കും കിടക്കുന്നത്. അതൊന്ന് കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചാൽ മതി, വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഈ ഒരു സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസും എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ ആ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്താണ്. എല്ലാത്തിനും അത് കൊടുക്കുകയാണ്. അപ്പോൾ ലെറ്റർ ഏതെങ്കിലും അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഈസിയാണ്. ചേർന്ന് വരുന്നുണ്ട്, അല്ല വായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പെരുവെള്ളത്തിൻ്റെ പാട് ആ കെട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞാനിവിടുന്ന് സ്ട്രോക്ക് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുവാണ്. അപ്പോൾ ഓക്കെ, കണ്ടോ, ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അക്ഷരങ്ങൾ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ട്രോക്ക് സൈസ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, അപ്പോൾ വായിക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം നമ്മൾ ഈസി ആയിട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ പോയിൻ്റർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. നമ്മൾ കൂടുതൽ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നില്ല, ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കണോ, ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലാം ഓരോരോ ഇതാണ്, ഓരോ ലെറ്ററുകളായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്തേക്കാം. അതിനുവേണ്ടി ഞാൻ ആ ലെയറിൽ ഒരു ന്യൂ ലെയർ എടുക്കുന്നു. ന്യൂ ലെയർ നമ്മൾ താഴേക്ക് വലിച്ചു കൊടുക്കുകയാണ്. ന്യൂ ലെയറിൽ ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബോക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഗ്രേഡിയൻറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് കാണാം. ആ വൈറ്റ് ബോക്സ് സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്.